എന്താണ് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ? 1971 ശേഷം ഇന്ത്യ ആദ്യത്തെ മോക്ക് ഡ്രിൽ അനൗൺസ് ചെയ്തിരിക്കുന്നു. ഒരു യുദ്ധ അന്തരീക്ഷം ഉണ്ടാവാനിടയുള്ള സാഹചര്യത്തിലാണ് രാജ്യം മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കാറുള്ളത്. പെട്ടെന്ന് വരുന്ന ഒരു ആക്രമണത്തിൽ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കണം, ഏതെല്ലാം രീതിയിൽ നമ്മൾ അലേർട്ട് ആയിരിക്കണം എന്നതിനെല്ലാം കുറിച്ചുള്ള ഒരു മുൻ ധാരണ നൽകലാണ് മോക്ക് ഡ്രില്ലുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു അടിയന്തര സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നതാണ് മോക്ക് ഡ്രില്ലിലൂടെ പരിശീലിപ്പിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എത്രത്തോളം ഭയാനകരമായ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളതെന്നതിനെ കുറിച്ച് വളരെ ചെറിയ ധാരണയെ നമുക്കെല്ലാവർക്കും ഉള്ളൂ. ഒരു ഫുൾ ഫ്ലെഡ്ജ് വാർ ഉണ്ടാവില്ല എന്ന ഉറച്ച ധാരണയാണ് നമുക്കുള്ളത്. ഇൻ കേസ് ഉണ്ടായാൽ നാശനഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാനും അനുസരിക്കാനും ഓരോ പൗരന്മാരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഇതിനായി പ്രത്യേക അഡ്വൈസറി ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി ഇന്ന് 4 മണിക്ക് 259 ജില്ലകളിൽ എയർ റെയ്ഡ് വാർണിംഗ് സൈറനുകൾ മുഴങ്ങും. ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിശീലനം നൽകും. സിവിൽ ഡിഫൻസും വ്യോമസേനയും തമ്മിലുള്ള ഹോട്ട്ലൈൻ കമ്മ്യൂണിക്കേഷൻ പരിശോധിക്കും. കൺട്രോൾ റൂമുകളുടെയും ഷാഡോ റൂമുകളുടെയും പ്രവർത്തനക്ഷമത പരിശോധിക്കും. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സിവിൽ ഡിഫൻസ് പരിശീലനം നൽകും. വൈദ്യുതി കണക്ഷൻ, ഫോൺ സിഗ്നലുകൾ വിച്ഛേദിക്കാം. ഇതിനെ എങ്ങനെ നേരിടാം എന്നുള്ളൊരു തയ്യാറെടുപ്പിന് വേണ്ടിയാണിത്. ആണവായുധങ്ങൾ പോലുള്ളവ സൂക്ഷിച്ചിരിക്കുന്ന തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ പരിശീലനം നൽകും. അഗ്നിശമന സേനകൾ, രക്ഷാപ്രവർത്തകർ എന്നിവരുടെ തയ്യാറെടുപ്പുകൾ, പ്രഥമ ശുശ്രൂഷ, അടിയന്തര അഭയം എന്നിവയിൽ സാധാരണ പൗരന്മാർക്ക് പരിശീലനം എന്നിവയെല്ലാമാണ് മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഓരോ പൗരന്മാരും പാലിക്കേണ്ട അഡ്വൈസറിയിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മോക്ക് ഡ്രിൽ സമയത്ത് എല്ലാ ലൈറ്റുകളും ഓഫ് ആക്കേണ്ടതും അടിയന്തര ഘട്ടത്തിൽ വെളിച്ചം ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ വീടുകളിൽ നിന്ന് വെളിച്ചം പുറത്തു പോകാതിരിക്കാൻ ജനാലകളിൽ കട്ടിയുള്ള കാർഡ്ബോർഡുകളോ കട്ടനുകളോ ഉപയോഗിക്കേണ്ടതുമാണ്. ജനാലകളുടെ സമീപം മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ബാറ്ററി, സോളാർ ടോർച്ചുകൾ, ഗ്ലോ സ്റ്റിക്കുകൾ, റേഡിയോ എന്നിവ കരുതുക. 2025 മെയ് 7 4 മണിക്ക് സൈറൻ മുഴങ്ങുമ്പോൾ എല്ലായിടങ്ങളിലെയും ലൈറ്റുകൾ ഓഫ് ആക്കേണ്ടതാണ്. എല്ലാ വീടുകളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കുക. ഇതിൽ മരുന്നുകൾ, ടോർച്ച്, വെള്ളം, ഡ്രൈ ഫ്രൂട്ട് എന്നിവ കരുതുക. വീടിനുള്ളിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുക. ബ്ലാക്ക് ഔട്ട് സമയത്ത് അവിടേക്ക് മാറുക. എല്ലാ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഫാമിലി ഡ്രിൽ നടത്തുക. സൈറൻ സിഗ്നലുകൾ മനസ്സിലാക്കുക. ദീർഘമായ സൈറൻ മുന്നറിയിപ്പും ചെറിയ സൈറൻ സുരക്ഷിതമാണെന്ന അറിയിപ്പുമാണ്. പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്നവർ സുരക്ഷിതത്വത്തിനായി അടുത്തുള്ള കെട്ടിടങ്ങളിലേക്ക് മാറേണ്ടതാണ്. ഔദ്യോഗിക വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനായി റേഡിയോ, TV ഉപയോഗിക്കുക. തീപിടുത്തം ഒഴിവാക്കാൻ ബ്ലാക്ക് ഔട്ട് സൈറൻ കേൾക്കുമ്പോൾ തന്നെ ഗ്യാസ്, വൈദ്യുത ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക. ബ്ലാക്ക് ഔട്ട് സമയത്ത് കുട്ടികളുടെയും വളർത്തുമൃഗങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. പാനിക് ആവേണ്ട ആവശ്യമില്ല, പക്ഷെ ഒന്നും നിസ്സാരമായി കാണരുത്. അലേർട്ട് ആയിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്.